ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ അംബിക രാജുനെ ഉപദ്രവിച്ച കാര്യം വേണോട്ട് അറിഞ്ഞില്ലേ? ഇല്ല, അറിഞ്ഞില്ല. ഞാൻ പറയാം. തുക ഞാൻ തരാം. ഉറപ്പല്ലേ? എന്താ സംശയം? പറഞ്ഞ കാര്യം അതുപോലെ ചെയ്തു തന്ന ആ നിമിഷം ഞാൻ 50 ലക്ഷം രൂപ തരും. എന്നാ ഓക്കെ. എന്നാ ഓക്കെ. എനിക്കൊന്ന് സെറ്റിൽഡ് ആവാനാ ഞാൻ ഈ ചതി ചെയ്യുന്നത്. ക്യാഷ് തരാതെ ദീപക് എന്നെ ചതിച്ച ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണെങ്കിലും ഞാനത് വാങ്ങിക്കും. അമ്മയോട് ഞാൻ എന്ത് പറയും രാജു? ആ പാവം ആഹാരം ഉണ്ടാക്കി മകളുടെ വരവും കാത്തിരിക്കായിരിക്കും. മനസാക്ഷിയുള്ള ആർക്കും സഹിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യാൻ അറിതോ? മാഡം, അവരെന്താ താമസിക്കുന്നേ? അറിയില്ല, അവരെന്നെ കാണാൻ വരുന്നതല്ലേ. രണ്ടുപേരും കൂടി വല്ല ഡ്രസ് എടുക്കാനോ മറ്റോ കേറി കാണും. അവരാരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കിക്കൂടെ മാഡം? അത് ശരിയാണല്ലോ. ഞാൻ രാജുവിനെ ഒന്ന് വിളിച്ചു നോക്കാം. ആ, അമ്മയാ? ഋതു എടുത്ത് മറുപടി പറയേ. ഞാൻ പറയില്ല രാജു. പിന്നെ ഞാൻ പറയണോ? രാജു പറഞ്ഞാ മതി. ചെല്ലാന്ന് പറഞ്ഞു ഞാൻ മോഹിപ്പിച്ചതാ. ഇനി ഞാൻ പറയില്ല. പ്ലീസ് രാജു, രാജു പറ. ആ അമ്മേ, നിങ്ങളിത് എവിടെയാ രാജു? ഞങ്ങള് വർമ്മ സാറിന്റെ വീട്ടിലമ്മേ. അപ്പോ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലേ? എന്താ രാജു ഒന്നും മിണ്ടാത്തെ? ഞാനും ഋതികയും കൂടി അങ്ങോട്ട് പുറപ്പെട്ടതമ്മേ. അപ്പോ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടായി. എന്ത് പ്രശ്നം? ഞങ്ങള് അങ്ങോട്ട് വരുന്ന കാര്യം സാർ അറിഞ്ഞു. വർമ്മ സാറ് ഓഫീസിലേക്കാണോ അതോ ആ സ്ത്രീയെ കാണാൻ പോവാണോ? ആ സ്ത്രീയോട് ബന്ധം സ്ഥാപിക്കാൻ പോകുന്ന ആർക്കും പിന്നെ എന്നോട് ഒരു ബന്ധവും ഉണ്ടാവില്ല. ശരി രാജു. ശരി അമ്മേ. പോട്ടെ. എന്താ മാഡം? ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്ത് ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്തേക്ക്. എന്തു പറ്റി മാഡം? അവര് വരില്ലേ? എനിക്ക് എന്റെ മോളെ അടുത്ത് കാണാനും സ്നേഹം പങ്കിടാനുമുള്ള ഭാഗ്യം ദൈവം ഈ ജന്മത്തേക്ക് തന്നിട്ടില്ല. ആരും എന്നെ ശപിച്ചിട്ടുണ്ട്. കരയാൻ മാത്രം ജനിച്ചു പോയതാ ഞാൻ.
ഇതെന്റെ ഫോണാ, എന്നെയാ വിളിക്കുന്നത്. ഇവിടെ ആരുടെ ചുണ്ടനങ്ങിയാലും എന്ത് കാര്യമുണ്ടെങ്കിലും അവര് മുമ്പിലുണ്ടാവും. ഞാനും ഈ വീട്ടിലെ ഒരു അംഗമല്ലേ. അതിന് ഒരു ശബ്ദം കേട്ടു, എന്താണെന്ന് അറിയാൻ വന്നു, അത്രേ ഉള്ളൂ. ആശാൻ അതിനിത്ര ദേഷ്യപ്പെടുന്ന എന്തോന്നിനാ? വാടക വീടാണെങ്കിലും അവനോന്റെ വീട്ടില് സ്വസ്ഥമായിട്ടൊന്നും നടക്കാൻ പോലും പറ്റുന്നില്ല ദൈവമേ. കട്ടായി. പത്മാവതി മേഡമാണല്ലോ, എന്തോ അത്യാവശ്യം കാണും, തിരിച്ചു വിളിക്കാം. വേണുട്ടാ. ആ മാഡം, എന്താ വിളിച്ചേ? ഞാൻ എന്റെ മകളെയും മരുമകനെയും ഒരുമിച്ച് കാണാന്നുള്ള സന്തോഷത്തിലിരിക്കുമായിരുന്നു. എന്താ പ്രശ്നം? അവര് വന്നില്ലേ? അവരെന്നെ കാണാൻ വരുന്ന വിവരം എങ്ങനെയാ പ്രതാപേട്ട അറിഞ്ഞു? അദ്ദേഹം അവരെ വിലക്കി. ആ പ്രതാപൻ സാർ എങ്ങനെയാ അവരുടെ കാര്യം അറിഞ്ഞേ? അറിയാനാണോ വേണുവേട്ട പ്രയാസം? ആ വീട്ടില് ഒളിക്യാമറയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. 2 ഒളിക്യാമറകള് സ്വയം പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ആ അംബികയും അവളുടെ മകനും. പ്രതാപൻ സാറിനെ അംബിക നിയന്ത്രിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായില്ലേ മാഡം? അവരൊരുക്കിയ പത്മവ്യൂഹത്തിൽ നിന്ന് സാറിന് എന്നാ മോചിതനാവാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം വേണുവേട്ടാ? ഇത്രയും വലിയ മനുഷ്യനല്ലേ, പൊതുജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്ന ആളല്ലേ. സ്വയം ഒന്ന് ചിന്തിച്ചൂടെ? അത്രയ്ക്ക് ബുദ്ധിപരമായിട്ടാണ് ആ സ്ത്രീ വർമ്മ സാറിനെ തളച്ചിട്ടിരിക്കുന്നത്. ഈ കുരുക്കിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മാഡം. മാഡം പേടിക്കണ്ട, സമാധാനായിട്ടിരിക്കെ. ഇതൊരു ഗ്രഹണ സമയമാണെന്ന് കരുതിയാൽ മതി. ഗ്രഹണം കഴിഞ്ഞ സൂര്യൻ ഇരട്ടിയായി ജ്വലിച്ച് ഭൂമിക്ക് ചൂടും വെളിച്ചവും തരും. ഇതൊക്കെ ദൈവം കാണുകയല്ലേ മാഡം. ഇതിനുള്ള കൂലി ദൈവം കൊടുക്കാതിരിക്കില്ല. ആ അംബിക രാജുനെ ഉപദ്രവിച്ച കാര്യം വേണോട്ട് അറിഞ്ഞില്ലേ? ഇല്ല, അറിഞ്ഞില്ല. ഞാൻ പറയാം.